ലിറ്റിൽ മൗണ്ട്. പേര് പോലെ തന്നെ പാറകൾ കൊണ്ടുള്ള ഒരു ചെറിയ മലയാണിവിടം. ഹായ് ഗൈസ്, അപ്പം ടെഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ പോകുന്നത് ലിറ്റിൽ മൗണ്ട് ചിന്നമലൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പം എന്റെ കൂടെ ഉള്ളത് മിസ്റ്റർ നാഗയാണ്, നമ്മുടെ നൻപൻ, ചെന്നൈയുടെ സ്വന്തം നാഗ. അപ്പൊ നമുക്ക് ലിറ്റിൽ മൗണ്ടിലേക്ക് പോകാം. ലിറ്റിൽ മൗണ്ട്. പേര് പോലെ തന്നെ പാറകൾ കൊണ്ടുള്ള ഒരു ചെറിയ മലയാണിവിടം. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ സെന്റ് തോമസ് സുവിശേഷം പ്രസംഗിച്ച ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് ചിന്നമല അഥവാ ലിറ്റിൽ മൗണ്ട് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. AD 52 അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ വരികയും കേരളത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തി പിന്നീട് തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കാനായി പോവുകയും ഉണ്ടായി. ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ ആകൃഷ്ടനായി അന്നത്തെ രാജാവ് മഹാദേവനും അനുയായികളും മാമോദിസ സ്വീകരിച്ചത്. ഇവിടെ വെച്ചായിരുന്നു തമിഴ്നാട്ടിലെത്തിയ സെന്റ് തോമസ് ആദ്യമായി സുവിശേഷ പ്രഘോഷണം നടത്തിയത്. 2000 വർഷമായി ഭാരതത്തിലുള്ള ക്രിസ്ത്യാനിറ്റിയുടെ സാക്ഷ്യപത്രമായി കരിങ്കലിൽ കൊത്തിയെടുത്ത ഈ തൂൺ നിലകൊള്ളുന്നു. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിൻ്റെ തൂൺ എന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂടിച്ചേരലിനെ പ്രതിനിധീകരിക്കുന്നു. ഒരു വലിയ പാറയിൽ നിന്നും എടുത്ത 3 കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഈ തൂൺ വിശുദ്ധ ത്രിത്വത്തെ സൂചിപ്പിക്കുന്നു. സെന്റ് തോമസ് ഗുഹയുടെ മുകളിലുള്ള ഈ മാതാവിൻ്റെ പള്ളി പോർച്ചുഗീസ് മിഷണറിമാർ 1551 AD പണിതതാണ്. ഒരാൾക്ക് കഷ്ടി കുനിഞ്ഞു കയറാവുന്ന വലിപ്പം മാത്രമേ സെന്റ് തോമസ് കേവിൻ്റെ കവാടത്തിനുള്ളൂ. തൻ്റെ മിഷണറി കാലഘട്ടത്തിൽ സെന്റ് തോമസ് താമസിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും ഈ ഗുഹയുടെ ഉള്ളിലായിരുന്നു. ഇപ്പോൾ ഈ ഗുഹയുടെ ഉള്ളിൽ സന്ദർശകർക്കായി സെന്റ് തോമസിൻ്റെ ഒരു വുഡ് സ്റ്റാച്യുവും അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പും അതുപോലെ സെന്റ് ലൂക്ക് വരച്ച മാതാവും ഉണ്ണീശോയുമുള്ള ഒരു ചിത്രവും വെച്ചിട്ടുണ്ട്. ഗുഹയുടെ ഉള്ളിലെ പാറകളിലും വശങ്ങളിലും സെന്റ് തോമസിൻ്റെ കൈകാൽ മുദ്രകളുടെ പാടുകളും കാണാം. ഈ വഴിയാണ് അദ്ദേഹം അത്ഭുതകരമായി ശത്രുക്കളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത്. ഈ ഗുഹയുടെ ഉള്ളിൽ നിന്നാണ് സെന്റ് തോമസ് അത്ഭുതപരമായി ശത്രുക്കളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് സെന്റ് തോമസ് മൗണ്ടിലെത്തിയത്. ഇത് ഗുഹയുടെ ഉള്ളിൽ നിന്ന് കാണുന്ന ആ വിൻഡോയുടെ പുറമേ നിന്നുള്ള ദൃശ്യമാണ്.
ഇടത് കൈയിൽ ബൈബിളും കർഷകരുടെ പണിയായുധവും വലത് കൈ അനുഗ്രഹിക്കുന്ന രീതിയിലുമുള്ള കല്ലിൽ കൊത്തിയെടുത്ത ഈ ശില്പം 1612 AD സ്ഥാപിച്ചതാണ്. ചിന്നമലയില് നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഡൗട്ടിംഗ് തോമസിന്റെ സംശയം തോന്നിയാവുന്ന സമയത്ത് യേശുവിന്റെ മുറിവിൽ തൊട്ട് വിശ്വസിക്കുന്ന ആ ഒരു ടൈമിലുള്ള ഒരു സ്റ്റാച്ചു ആണ് പുറകെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചിന്നമലയുള്ള ഇവിടുന്നാണ് സെന്റ് തോമസ് അങ്ങോട്ടേക്ക് നമ്മുടെ സെന്റ് തോമസ് മൗണ്ടിലേക്ക് പോയത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ഡിക്രൂസ് ആണ് നമ്മുടെ കൂടെയുണ്ട്. അന്ന് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നത്. பெட்டிக்ரூஸு 12 அப்போஸ்தலர்கள் தோமாவும் அவர் வந்த காலத்தில் வந்து பிளேன் கிடையாது, கப்பல் கிடையாது. அப்போ என்ன பண்ணுறாருனாக்கா பாய்மரம் இருக்குது தெரியுங்களா, பாய்மரம் கட்டுமரம், அதில் தான் கேரளா. அங்கேருந்து எல்லாரும் என்ன பண்ணுறாரு, சாந்தம் சர்ச்சு மயிலாப்பூருக்கு வர்றாரு. மயிலாப்பூரில் மகாதேவன் கிங் ராஜா அவரை பார்த்து பேசிட்டு எல்லாம் பேசி முடிச்சுட்டு போகிறோம். அங்கே ஒரு சின்ன கோவில் ஒன்று கட்டுறாரு. அந்த கோவில் கட்டி முடிச்சுட்டு போகிற அந்த ராஜா என்ன நினைக்கிறாரு, வீட்டரை பற்றி சாவிச்சிடணும். கட்டி முடிச்சதுக்கு அப்புறம் அவர் குத்துறதுக்கு முன்னாடி அவர் நினைக்கிறார் ராஜா அவர் குத்திடணும். அப்போ தோமாவுக்கு தெரிஞ்சு போச்சு. அப்போ என்ன பண்ணுறாரு, அங்கே வந்து சாந்தோம்லேருந்து லிட்டில் கொண்டு வர்றாரு சின்னமலைக்கு. அப்போ வர நேரத்தில் ரோடு இல்லை, லைட் இல்லை, பில்டிங் இல்லை, ஒரே காடு, ஒரே மலை, பில்டிங் எதுவுமே கிடையாது. அந்த கோவில் போனீங்க இல்லையா, அது வந்து சின்ன வழி, அந்த கோவிலெல்லாம் கிடையாது. சரி நம்ம இது உள்ளே போய் ஒளிஞ்சிக்கலான்னு பார்க்கும்போது, அப்படி குனிஞ்சு பார்க்கும்போது உள்ள பாம்பு, தேள், பூச்சி, சிரிஞ்சு இதெல்லாம் வந்து உள்ளே நம்மளாம் போயிருக்க முடியாது. அவர் என்ன பண்ணுறாரு, அங்கே நின்றுட்டு ஜெபிக்கிறாரு. ஜெபிக்கும் போது கொஞ்ச நேரத்தில் எல்லாமே ரிலீஃப் ஆகிடுது. அப்போ என்ன பண்ணுறாரு, அது உள்ளே போய் 13 ஆண்டுகளாக உட்காந்து ஜெபிக்கிறார். 13 years prayed Thomas inside. You understand? அப்போ என்ன பண்ணுறாருனாக்கா, அதை வந்து அவங்க பண்ணால் அவங்களுக்கு தெரிஞ்சு போச்சு இங்கே இருக்கிறாரு அந்த மகாதேவ ராஜா. தோமாவுக்கு தெரிஞ்சு போச்சு அவங்க வராங்க. இந்த மலையை சுற்றி பார்க்குறாரு. நம்ம வந்த வழியிலே போனாக்கா நம்மளை குத்திடுவாங்க, நம்மளுக்கு போகிறதுக்கு வேறு வழி. அந்த ரெட் மார்க் பார்த்தீங்க இல்லையா, அங்கே காலை வைக்கிறார். அந்த ஜன்னல் இருக்குது பார்த்தீங்கன்னா, அது ஜன்னல் கிடையாது, மலை. அப்போ என்ன பண்ணுறாருனாக்கா, அங்கே நின்று ஜெபிக்கும் போது அந்த மலை வந்து அப்படியே ஓப்பன். அப்போ தான் என்ன பண்ணுறாரு, இங்கே காலை வைக்கிறாரு, இங்கே கையை வைக்கிறார், அப்படி குளிச்சு இங்கே வர்றாரு. இங்கே வந்தால் பீடிங் கிராஸ், அதாவது அவர் ஒரு மீனவர் சமுதாயத்தை சேர்ந்தவர், தச்சத்தொழில் கார்பெண்டர். அவர் என்ன பண்ணுறாரு, அந்த பாறை மேலே உட்காந்துக்கிட்டு ஒரு சிலுவை செய்கிறார் கையெழி. அதில் டிசம்பர் 18ஆம் தேதி அதில் ரத்த கசிப்பு ஏற்பட்டது. பிளட் லீக்கு. கொஞ்சம் தூரம் போனால் தண்ணி தான் ஆண்டவரேன்னு சொல்லி கோலை இழுத்துட்டார். இந்த மலை பிடிச்சி அவர் வந்து போன காலத்தில் வந்து தண்ணி கொண்டு தான் இருக்கு. அப்போ சரி என்ன பண்ணுறாருனாக்கா, இங்கேருந்து எல்லாரும் தண்ணி குடிச்சிட்டு இங்கேருந்து நேராக சென்ட் தாமஸ் மவுண்ட் போகிறார், பரங்கி மலைக்கு. அங்கே போய் ஜெயிச்சுட்டு போகும்போது அவர் வீட்டில் குத்திடுறாங்க. அவருடைய பாடி எடுத்துகிட்டு போய் சாந்தம் சர்ச்சு, அது காட்டு போய் பிளட் சர்ச் மயிலாப்பூர், அங்கே கொண்டு போய் வச்சிடுறாங்க. வச்சுட்டு அந்த போர்ச்சுகல்ஸ்காரன் வந்து கப்பல்லேருந்து எங்கேருந்தே வர திசை தெரியாத வந்துட்டான். வந்துட்டு நம்ம எங்கே வந்துக்கிறோம் ஏதுன்னு அப்படியே தவிர்க்கும்போது அப்படி பார்த்தா ஒரு பாடியிலேருந்து ஒரு ஒளி மேலே போகும்போது அவனுக்கு அந்த ஒளியை பார்த்துட்டு அடடா ஏதோ ஒரு ஒளி போகுது. அங்கே போனாங்க, அங்கே வந்தாக்கா இந்த ஆளுங்களாம் அங்கே உட்காந்துட்டு தோமாவோட சமையல் அந்த ராஜாவுடைய அந்த ராஜா பேர் மகாதேவன். அப்போ பாடி அங்கே வச்சிருக்கு. இந்த பாடி வந்து சாந்தம் சர்ச்சு மயிலாப்பூரில் கொண்டு போய் அடக்கம் பண்ணிட்டாங்க. இதெல்லாம் மலைக்கு மேலே தான் இதெல்லாம் ஒட்டியிருக்கா. ஓ, நேச்சர் இல்லை, நேச்சர் போச்சு. ஏன்னா ரஷ்யா, அமெரிக்கா, ஜெர்மனி, இத்தாலியா, ஸ்வீடன், சிங்கப்பூர், மலேசியா, இந்தியாவில் 28 ஸ்டேட் எல்லாமே இங்கே வரும். தெலுங்கு, மலையாளம், கன்னடம், உருது എല്ലാം വന്നിട്ട് ഇവിടുത്തെ ഈ ചെറിയ മലഞ്ചെരുവിൽ സെന്റ് തോമസ് തൻ്റെ സ്വന്തം കൈകൊണ്ട് കല്ലിൽ കൊത്തിയ ഈ കുരിശുരൂപത്തിൻ്റെ മുമ്പിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത്. ചരിത്രരേഖകൾ പ്രകാരം 1554-നും 1704-നും ഇടയ്ക്ക് ഒരുപാട് തവണ ഈ കുരിശിൽ നിന്നും രക്തം വീർത്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ വർഷങ്ങളിൽ ഡിസംബർ 18-ാം തീയതി സെന്റ് തോമസ് വധിക്കപ്പെടാൻ പോകുന്ന ദിവസം. തൻ്റെ പ്രഭാഷണം കേൾക്കാൻ വന്നവർക്ക് ദാഹിച്ചപ്പോൾ സെന്റ് തോമസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി ശക്തമായി പാറയിൽ അടിക്കുകയും തുടർന്ന് പാറയിൽ ഒരു വിള്ളൽ രൂപപ്പെട്ട് അവിടെ നിന്ന് നിലയ്ക്കാത്ത നീരൊഴുക്ക് തുടങ്ങിയതായും ചരിത്രരേഖകളിൽ പറയപ്പെടുന്ന ഇടമാണിത്.
வில்லேஜ் பீப்புள்ஸ் இருக்காங்க, அவங்க உள்ளே இறங்கி கால் வச்சு தண்ணி எடுத்துட்டாங்க. அதுக்காக ஃபாதர் என்ன பண்ணார், இதை கவர் பண்ணிட்டு உள்ளே போகக்கூடாது, காலையில் இந்த தண்ணி எடுத்துருவாங்க. எடுத்து தான் ஹோலி வாட்டர்னு அவங்க பாட்டிலில் தருவாங்க. ஓ, ஹோலி வாட்டர்னு வாட்டர் கொடுத்துரு. இது வெள்ளத்தில் அப்படியே அடிச்சிட்டு வரும்போது இது இப்படி வந்து இப்படி நின்று போகுது தண்ணி போல கடல்ல. அப்போ தோமா அந்த வழியாக எது வரும்போது என்னன்னாக்கா அங்கே இருக்கிறவங்க சொன்னதும் இந்த கயிறு வந்து தோமாவுக்கு மாதா கொடுத்த கயிறு இடுப்பில் கட்டிட்டு இருக்காரு. இந்த கயிறை அவுத்து அங்கே இருக்கிற மீனவர்கிட்ட கொடுக்குறாரு. கொடுத்ததும் அவங்க கட்டி இழுக்கிறாங்க. கயிறு கொடுத்து கட்டி இழுக்க சொன்னாக்கா அப்போ கடல்ல இருந்து இங்கேருந்து தண்ணி வந்து அண்ணன் போகிற. ஓகே, ഇത് അവരുടെ കാൽപാദമാണ്. അദ്ദേഹം സെന്റ് തോമസ് മൗണ്ടിലേക്ക് പലായനം ചെയ്തപ്പോൾ പതിഞ്ഞത് എന്ന് വിശ്വസിക്കപ്പെടുന്ന കാൽപാദമാണ്. ഈശോയുടെ മൃതശരീരം പൊതിഞ്ഞ ഷ്രൗഡ് ഓഫ് ട്യൂറിൻ എന്നറിയപ്പെടുന്ന ലെനിൻ തുണിയുടെ ഫോട്ടോയാണിത്. ഇതിൻ്റെ ഒറിജിനൽ ഇറ്റലിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഈ തുണിയിൽ പതിഞ്ഞ രക്തക്കറയിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുത്ത യേശുവിൻ്റെ മുഖമാണിത്. ஜெருசலேம்ல எப்படி ஜீசஸ் அங்கே செய்து வச்சது அது மாதிரி இங்கே செய்து வச்சிருக்காங்க. ஒரிஜினல் ஸ்டோனு ஜெருசலேம்ல இருக்குது. சாம்பிள் அவர் இறந்த பிறகு ஒரு புகையில போட்டுட்டு அந்த கல் போட்டு மூடுறாங்க இல்லையா, அந்த கல் மாதிரி இருக்கு. அந்த கல் மாதிரி சாம்பிள். அது சாம்பிள் ஒரிஜினல் அங்கே இருக்கு. ഈ സ്ഥലമെല്ലാം പാറകൾ നിറഞ്ഞതായിരുന്നു. പിന്നീട് അതെല്ലാം ചെത്തിമാറ്റി കല്ലുകൾ പാകി ഭംഗിയാക്കി എടുത്തതാണിത്. ദുഃഖവെള്ളിയാഴ്ചകളിൽ ഇവിടെ നിന്നാണ് കുരിശിന്റെ വഴി ആരംഭിക്കുന്നത്. ഒന്നാം സ്ഥലവും രണ്ടാം സ്ഥലവുമെല്ലാം കഴിഞ്ഞ് 14ാം സ്ഥലമായ യേശുവിൻ്റെ സംസ്കാരം ഇവിടെയാണ് അനുസ്മരിക്കുന്നത്. കുരിശിൻ്റെ വഴിയുടെ 12ാം സ്ഥലത്തിനും 13ാം സ്ഥലത്തിനും ഇടയ്ക്കായി വിശുദ്ധ കുരിശിൻ്റെ ഒരു ചാപ്പലുണ്ട്. ഇവിടെ റോമിലെ സ്കാല സാന്റ എന്ന വിശുദ്ധ നടയുടെ മാതൃകയിലുള്ള 21 നടകളുണ്ട്.
തീർത്ഥാടനത്തിന് വരുന്ന വിശ്വാസികൾ ഈ നടകൾ മുട്ടിലിഴഞ്ഞാണ് കയറാറ്. ചാപ്പൽ ഓഫ് ദ ഹോളി ക്രോസ് എന്നറിയപ്പെടുന്ന ഈ പള്ളിയിൽ യേശുവിനെ തറച്ച കുരിശിൽ നിന്നെടുത്ത തിരുശേഷിപ്പിന്റെ ഭാഗവും സൂക്ഷിച്ചിരിക്കുന്നു. പള്ളിയുടെ ഉള്ളിലെ ഓരോ ജനൽ ഗ്ലാസുകളിലും ഈശോയുടെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവുകൾ ചിത്രരൂപത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പുറമേ നിന്നുള്ള പ്രകാശരശ്മികൾ ഈ ഗ്ലാസ് പ്രതലത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ ചിത്രങ്ങൾ കൂടുതൽ മനോഹാരിതമാകുന്നു. അപ്പോൾ ലിറ്റിൽ മൗണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുകയാണ്. അപ്പോൾ ചെന്നൈയിൽ വരാനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം. ആ കേവ് കാര്യങ്ങളൊക്കെ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പം ഇവിടുന്ന് ലിറ്റിൽ മൗണ്ടിൽ നിന്ന് സെന്റ് തോമസ് പോയിരിക്കുന്നത് സെന്റ് തോമസ് മൗണ്ടിലേക്കാണ്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണിച്ചു തരാവുന്നതാണ്. അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡോട് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അപ്പം എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ജിനോ വി ജോസ് ആൻഡ് വിത്ത് നാഗ. ഓക്കെ, ബൈ.